നോക്കാം. DP9 ഇതിൽ നമ്മൾ പുതിയൊരു കോൺസെപ്റ്റ് പഠിക്കുന്നുണ്ട്. എന്താ അറിയോ? ഐഡിൽ ടൈം വാരിയൻസ്. എന്താ ഐഡിൽ ടൈം വാരിയൻസ്? നല്ല രസമുള്ള സാധനമാണ്. MCQ മാത്രമായിട്ട് എന്ത് ചെയ്യാറുണ്ട്? ഐഡിൽ ടൈം വാരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയാറുണ്ട്. MCQ മാത്രമായിട്ട് ഇത്ര വലിയ ക്വസ്റ്റ്യൻ അല്ല, ചെറുതായിരിക്കും. ഓക്കെ, ഇതിൽ പറയുന്ന എല്ലാ ഇതും വേണ്ട. ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. എന്താ ഹവേഴ്സ് പെയ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഇൻ എ വീക്ക് 40, വിച്ച് മീൻസ് ഒരു എംപ്ലോയി അല്ല, 40 മണിക്കൂറുണ്ട്. ഒരാഴ്ചയിൽ എത്ര മണിക്കൂറുണ്ട്? 40. ശരി തന്നെയല്ലേ? ഒരു ദിവസം 8 മണിക്കൂറാണെങ്കിൽ 5 ദിവസം ജോലിയാണെങ്കിൽ എത്ര വരും? അടിച്ച 8 അതാണ് ഒരു സ്റ്റാൻഡേർഡ്. അപ്പോൾ ഈ കമ്പനി 40 മണിക്കൂറാണ് ഒരാഴ്ചയിൽ എന്ത് ചെയ്യുന്നത്? വർക്ക് ചെയ്യുന്നത്. ദെൻ അടുത്തെന്താ പറയുന്നത്? യെസ്, ഇതിനടുത്ത് പറഞ്ഞതാ സ്റ്റാൻഡേർഡ് റേറ്റ് പെർ ഹവർ എത്ര രൂപയാണ്? ₹8. ഓക്കെ. ദെൻ അപ്പോൾ മുകളിലുള്ള ഈ 40 എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ? ആക്ച്വൽ ഹവേഴ്സാണ് അല്ലേ? നോട്ട് ചെയ്യാം, ആക്ച്വൽ ഹവേഴ്സാണ്. ദെൻ മറ്റേ ₹80 ഉണ്ട് അല്ലേ? അത് സ്റ്റാൻഡേർഡ് റേറ്റ് എന്ന് പറയുമ്പോൾ ഏതാണ്? സ്റ്റാൻഡേർഡ് റേറ്റ് തന്നെ അല്ലേ? SR ആണ്, SR. ദെൻ അടുത്തേതാ? സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ് പെർ ഹവർ ടേക്കിംഗ് ഇൻ ടു അക്കൗണ്ട് ദ നോർമൽ ഐഡിൽ ടൈം യൂണിറ്റ് എത്രയാണ്? 20 ആണ് പറയുന്നത്. 20 എന്താണ്? യൂണിറ്റാണ്. സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട്. ഓക്കെ അല്ലേ? പെർ ഹവർ, ഒരു മണിക്കൂറിന് എത്ര? 20. അപ്പോൾ ഒരാൾ ഉണ്ട്, ഒരു എംപ്ലോയി X എന്നാണ് പേര്. അയാൾ ഒരു മണിക്കൂറിൽ എത്ര യൂണിറ്റ് ഉണ്ടാക്കും? 20 പെൻ ഉണ്ടാക്കും, അല്ലെങ്കിൽ 20 ബുക്ക് ഉണ്ടാക്കും. ബുക്കായിട്ട് നമുക്ക് എക്സാമ്പിൾ പറയാം. ഓക്കെ, ആക്ച്വൽ റേറ്റ് തന്നിട്ടുണ്ട്, AR തന്നിട്ടുണ്ട്. ഇതിൽ ആരാ മിസ്സിങ് ഉള്ളത്? നമുക്കറിയാം, എപ്പോഴും ആര് മിസ്സിങ് ഉണ്ടാവും? സ്റ്റാൻഡേർഡ് അവർ എന്തുണ്ടാവും? മിസ്സിങ് ഉണ്ടാവും. സ്റ്റാൻഡേർഡ് അവർ എങ്ങനെ കാണാം? സ്റ്റാൻഡേർഡ് അവർ ഫോർ ആക്ച്വൽ ഔട്ട്പുട്ടാണ്. അപ്പോൾ എവിടെയെങ്കിലും ആക്ച്വൽ ഔട്ട്പുട്ട് തന്നിട്ടുണ്ടോ? ഓക്കെ, ഉണ്ട് അല്ലേ? എത്രയാ? ഇൻ എ പെർട്ടിക്കുലർ വീക്ക് ഇറ്റ് വാസ് അസർട്ടൈൻ ദാറ്റ് 100 യൂണിറ്റ് വേർ പ്രൊഡ്യൂസ്. ഇതാണ് ആക്ച്വൽ പ്രൊഡക്ഷൻ അല്ലേ? ആക്ച്വൽ പ്രൊഡക്ഷൻ. അതിൽ ഇനി പ്രധാനപ്പെട്ടൊരു സാധനമാണ് എന്ത്? അതിലൊരു സാധനം പറയുന്നത് എന്താ? ഡിസ്പൈറ്റ് 20% ഓഫ് ദ ടൈം പെയ്ഡ് ഫോർ വാസ് ലോസ് ഓവിങ് ടു പവർ ഫെയിലിയർ. അപ്പോൾ നിങ്ങൾ പേയ്മെൻറ്റ് കൊടുത്തില്ലേ? പേയ്മെൻറ്റ് കൊടുത്തതിൽ പവർ ഫെയിലിയർ ആയിട്ടുള്ള സമയത്തെ പൈസയുണ്ട്. ഇപ്പോൾ വെറുതെ ഒരു എക്സാമ്പിൾ പറയണം. ഒരു ദിവസം 8 മണിക്കൂറല്ലേ? 8 × 100 രൂപ വെച്ചിട്ട്, വേറെ എക്സാമ്പിൾ ആട്ടാ, 8 × 100 വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? നോർമലി കൊടുക്കാറ്. അപ്പോൾ എത്ര രൂപ വരും ഒരാൾക്ക്? 8000. അപ്പോൾ ഞാൻ അവിടെ 8 മണിക്കൂർ ക്ലാസ് എടുക്കുന്നുണ്ട്. ഒരു മണിക്കൂർ 100 രൂപ വെച്ചിട്ട് എനിക്ക് എത്ര രൂപ വരും? 800 തരും. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഇടയിൽ എന്ത് ചെയ്തു? പ്രൊജക്ടർ എന്ത് ചെയ്തു? കേടുവന്നു. അങ്ങനെ 2 മണിക്കൂർ എന്ത് ചെയ്ത്? പോയി. അപ്പം എനിക്ക് തരേണ്ട പൈസ എത്ര? 6 × 100 600 ആണെങ്കിൽ ഞാൻ സമ്മതിക്കുമോ? ഇല്ല. ഓക്കെ, ഞാൻ സമ്മതിക്കാതിരിക്കുന്നു വേറെ. സാധാരണ എന്താണ് അത്? ആരുടെ പ്രശ്നമാണ്? AC ഇല്ലാതെ 2 മണിക്കൂർ ക്ലാസ് മുടങ്ങി. ഇൻസ്റ്റിറ്റ്യൂട്ട് ശ്രദ്ധിക്കേണ്ടതല്ലേ? അല്ലേ? AC ഇല്ലാത്ത പറഞ്ഞ് AC ഇങ്ങനെ കാണാണ്ട്, പക്ഷേ വേറെ ഓണാണ്, പക്ഷേ എന്ത് ചെയ്യുന്നില്ല? കൂളിംഗ് ഇല്ല. അതൊരു റെഗുലർ ഇൻ്റർവെല്ലിൽ എന്ത് ചെയ്യണം? ഒക്കെ ചെയ്യേണ്ടതല്ലേ? 4-5 മാസമായി AC ഒക്കെ ക്ലീൻ ചെയ്തിട്ട് ആകെ പൊടി പിടിച്ചിട്ട് ഇല്ല. അങ്ങനെ 1 മണിക്കൂർ എന്ത് ചെയ്ത്? AC ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോയി. ഞാൻ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ എന്തും കൂടെ എടുക്കും? ആ പൈസയും കൂടെ എടുക്കും. ഈ സിറ്റുവേഷനല്ലേ? അപ്പോൾ ഇതിൽ 2 മണിക്കൂറിൻ്റെ പൈസ എക്സ്ട്രാ എനിക്ക് തന്നില്ലേ? ഞാൻ പണിയെടുക്കാതെ തന്നല്ലേ? അതിൻ്റെ 200 രൂപ അല്ലേ? ഇതിന് നമ്മൾ ഐഡിൽ ടൈം വേജ് എന്ന് പറയും. എന്ത് പറയും? ഐഡിൽ ടൈം. ഐഡിൽ, ഇതാണ് സ്പെല്ലിങ്. ഐഡിൽ ടൈം വേജ് കണ്ട. അപ്പോൾ ഐഡിൽ ഹവേഴ്സാണ് എത്ര? 2 hours. എന്താണ്? പൈസ കൊടുക്കുന്നുണ്ട്, പക്ഷെ എന്തില്ല? പ്രൊഡക്ഷൻ.
യെസ്, ഓക്കെ അല്ലേ? ക്ലിയർ? അപ്പോൾ ഈ സാധനം ഈ 20% നമ്മുടെ കാൽക്കുലേഷനിൽ ഒരു ടിസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് ആ ടിസ്റ്റ് എന്ന് ഇപ്പോൾ പറയേണ്ടത്, നമുക്ക് സാധാരണ ചെയ്യുന്ന പോലെ ചെയ്യാം. എന്നിട്ട് നമ്മൾ കണ്ട ഒരു ബ്രാഞ്ചില്ലേ, അതിനെ നമ്മൾ ഒന്നുകൂടെ ഡിവൈഡ് ചെയ്യും. ഓക്കെ, എന്നിട്ട് 2 പേഴ്സ്പെക്റ്റീവിൽ പറയും. ഒന്നുമില്ല, മറന്നു, നിങ്ങൾ പണിയാണ് ഈ 20% ഒന്നും മെയിൻ ചെയ്യാതെ സാധാരണ ചെയ്യുന്ന പോലെ ചെയ്യാൻ പറ്റില്ലേ? ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ ആവട്ടെ, പെട്ടെന്നാവട്ടെ. എന്തെഴുതണ്ട്? സ്റ്റെപ്പ് 1ഉം സ്റ്റെപ്പ് 2 എഴുതി വെക്കാൻ എന്തെങ്കിലും പ്രയാസം ഉണ്ടോ? ഇല്ലല്ലോ, ഒന്ന് വേഗം എഴുതിക്കോ. DP9 ഒരു നോട്ട് ആദ്യം എഴുതി വെച്ചാളെ. നമുക്ക് ഐഡിയൽ ടൈം അതിൽ എഴുതി വെക്കാം. DP9 ഇത് ഐഡിൽ ടൈം ഈസ് ഈക്വൽ ടു അല്ലെങ്കിൽ മീൻസ് ഹവേഴ്സ് പെയ്ഡ് ബട്ട് നോട്ട് വേണ്ട, നോ വർക്കിംഗ് ദർ, ബട്ട് നോ വർക്കിംഗ് ദർ. ഒരു പോയിൻ്റൂടെ എഴുതാം. ഐഡിൽ ടൈം ഓൾവേസ്. നിങ്ങളുടെ അഭിപ്രായം എന്താ? ഐഡിൽ ടൈം ഫേവറബിൾ ആവോ അഡ്വേഴ്സ് ആവോ? അഡ്വേഴ്സ്. സംശയണ്ട? 2 മണിക്കുണ്ട്. 2 മണിക്കൂർ എന്താണ് വേസ്റ്റായി IAM. എന്നിട്ട് പൈസ കൊടുക്കണം 200 രൂപ. ഇവിടുത്തെ പേർക്ക് വേണേൽ സന്തോഷമാവും അല്ലേ? എല്ലായ്പ്പോഴും എന്ത് ചെയ്യുക, വെറുതെ ഇരുന്നിട്ട് ശമ്പളം തരാൻ ആർക്ക്? സ്വാലി സാറിന് നല്ല എന്തുണ്ട് സന്തോഷം ഉണ്ടെങ്കിൽ അതേതാണ്? ഫേവറബിൾ. സങ്കടം ഉണ്ടാകുമ്പോൾ എന്താ? അഡ്വൈസ്. ഓക്കെ, ആയിക്കോട്ടെ. എന്നാൽ സെറ്റാക്കില്ലേ? സ്റ്റെപ്പ് 1 ഏതാ? കമ്പ്യൂട്ടേഷൻ ടേബിൾ. ഐഡിയൽ ടൈം ഓൾവേസ് അഡ്വേഴ്സ്. ഓക്കെ, സ്റ്റെപ്പ് 1 മക്കളെ എന്താ? കമ്പ്യൂട്ടേഷൻ ടേബിൾ. സ്റ്റെപ്പ് 1 എഴുതാം. 1, 2, 3 എങ്ങനെയൊക്കെ ഇരുന്ന്? സ്റ്റാൻഡേർഡ് അവർ ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ്, ആക്ച്വൽ അവർ ഇൻറ്റു ആക്ച്വൽ റേറ്റ്, ആക്ച്വൽ അവർ ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ്. സ്റ്റാൻഡേർഡ് അവർ 50 അല്ലേ? എങ്ങനെ കാണാം? വർക്കിംഗ് നോട്ട് കൊടുക്കണം അല്ലേ? അല്ല, അതിന് മുന്നേ നമുക്ക് നമ്മുടെ സാധനങ്ങൾ എഴുതി വെക്കാമല്ലോ അല്ലേ? സ്റ്റെപ്പ് 1 അവിടെ വെക്കട്ടെ. സ്റ്റെപ്പ് 2 കൂടെ എഴുതിയിട്ട് വർക്കിംഗ് നോട്ട് മതി. വാരിയൻസ് കാൽക്കുലേഷൻ. labor cost variance 1 minus 2, labor rate variance, labor efficiency variance. 3 minus 2 വരും റേറ്റ്, 1 minus 3 വരും എഫിഷ്യൻസി. മിക്സ് അല്ലല്ലോ, അപ്പോൾ കഴിഞ്ഞില്ലേ അല്ലേ? കഴിഞ്ഞോന്ന് വെച്ചാൽ ദേ ഇവിടെ എനിക്ക് 2 എണ്ണം കൂടെ എന്ത് ചെയ്യാണ്ട് എഴുതാനുണ്ട്. അത് നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിനുള്ളൊരു സ്പേസ് ഇവിടെ എന്ത് ചെയ്യുക, വിട്ടിട്ട് വേണം എന്ത് ചെയ്യാൻ, വർക്കിംഗ് നോട്ട് നമ്പർ 1 ചെയ്യാം. വർക്കിംഗ് നോട്ട് നമ്പർ 1. വർക്കിംഗ് നോട്ട് നമ്പർ 1. ക്വസ്റ്റിൽ 100 യൂണിറ്റാണ് പ്രൊഡ്യൂസ് ചെയ്തുള്ളതെന്നാണ് തന്നുള്ളത്. 1000, 100. അതൊന്ന് മിസ്റ്റേക്ക് ഉണ്ടെന്ന് 100 ആക്കണേ.
1000 ആക്കണേ. ആക്ച്വൽ പ്രൊഡക്ഷൻ 100 ഉള്ളത് ഇത്ര ആക്കിയാൽ മതി, 1000 ആക്കിയാൽ അത്രേ ഉള്ളൂ. ഓക്കെ, വർക്കിംഗ് നോട്ട് നമ്പർ 1 എന്ത് കാണാനാ? കമ്പ്യൂട്ടേഷൻ ഓഫ് പറയും മക്കളെ സ്റ്റാൻഡേർഡ് ഹവർ ഫോർ ആക്ച്വൽ ഔട്ട്പുട്ട്. ആക്ച്വൽ ഔട്ട്പുട്ട്. ഇനി ഒന്ന് ബോർഡിലേക്ക് ശ്രദ്ധിച്ചാൽ എളുപ്പം മക്കളെ. നമ്മൾ ഇൻപുട്ട് ഇടും അല്ലേ, എന്നിട്ട് നമുക്ക് എന്ത് വരും? ഔട്ട്പുട്ട് വരും. സാധാരണ ഇൻപുട്ട് ഔട്ട്പുട്ട് റേഷ്യോ ഏതാണ്? 1 അവർ അല്ലേ. 1 അവർ പണിതാൽ എത്ര യൂണിറ്റ് ഉണ്ടാവും? 1 അവറിൽ എത്ര യൂണിറ്റ് ഉണ്ടാവും? 20. എന്താ റിപ്ലൈ തരാത്തടേ? 20 യൂണിറ്റ്സ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആക്ച്വലി എത്ര യൂണിറ്റ് ഉണ്ടാക്കിയത്? 1000 അല്ലേ. ഈ 1000-ന് എത്ര എന്ത് വരും? ഹവർ വേണം എന്ന് കണ്ടെത്തിക്കൂടെ? എങ്ങനെ കണ്ടെത്തിയാൽ മതി? 1000 ഡിവൈഡഡ് ബൈ 20, 50. ഓക്കെ അല്ലേ? ഡൗട്ട് ഉണ്ടോ? ഇനി വേണമെങ്കിൽ ഇങ്ങനെ പറയാം, എന്താ 50 മണിക്കൂർ വർക്ക് ചെയ്തിട്ട് 1 മണിക്കൂറിൽ എത്ര യൂണിറ്റ് ഉണ്ടാവുക? 20. അങ്ങനെയാണ് എത്ര യൂണിറ്റ് ഉണ്ടാക്കിയിട്ടുള്ളത്? 1000. പക്ഷെ നേരെ തിരിച്ച് നമ്മൾ വരണം. അപ്പോൾ ഈ ഏരോ ഉണ്ടല്ലോ, അതെന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം. ഓക്കെ അല്ലേ? ക്ലിയർ? യെസ്. ചെയ്തൂടെ? ചെയ്. ഓക്കെ അല്ലേ? ഇപ്പം എല്ലാം ആയില്ലേ? മുകളിൽ കൊണ്ടുപോയിട്ട് പെട്ടെന്ന് ചെയ്യാലോ. 50 ഹവേഴ്സാണ് ഏതുള്ളത്? അടിയിൽ എഴുതി വെക്കുക. സ്റ്റാൻഡേർഡ് അവർ ഈസ് ഈക്വൽ ടു എത്ര? 50. ഓക്കെ, ഇനി മുകളിൽ കൊണ്ടുപോയിട്ട് എഴുതുക. സ്റ്റാൻഡേർഡ് എത്രയാണ്? 50 ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ്. റെസ്പോണ്ട് ചെയ്യും പ്ലീസ്. സ്റ്റാൻഡേർഡ് റേറ്റ് എത്ര? ഒരു ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ 8 ഒക്കെ ഉണ്ട്, സെറ്റാക്കി. 50 ഇൻറ്റു 8 400. ഓക്കെ, ദെൻ ആക്ച്വൽ അവർ എത്രയാണ്? 40 ഇൻറ്റു ആക്ച്വൽ റേറ്റ് എത്രയാണ്? 9. 40 ഇൻറ്റു 9 360. ദെൻ ആക്ച്വൽ അവർ 40 ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ് 8 320. കിട്ടിയില്ലേ? 400 360 320. മക്കൾ ഇനി കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാം? ചാമ്പ. എവിടെ? വാരിയൻസ് കാൽക്കുലേഷൻ ചെയ്തോ. ലേബർ കോസ്റ്റ് 1 മൈനസ് 2. 1 എത്ര? 400 മൈനസ് 2 3. അപ്പോൾ എത്രയാണ്? 40. 40 എന്താണ്? ഫേവറബിൾ അഡ്വൈസാണ്? ഫേവറബിൾ. പോസിറ്റീവ് കിട്ടിയാൽ ഏതായിരിക്കും? ഫേവറബിൾ. അല്ലെങ്കിൽ നമ്മൾ പറയും ലോജിക്ക് എന്താ? ഇതെന്താണ്? 400 രൂപയാണ് നിങ്ങൾക്ക് അനുവദിച്ച കോസ്റ്റ് അല്ലേ? അലൗഡ്. 400 എന്താ പറയുക? കോസ്റ്റ് അലൗഡ്, അല്ലെങ്കിൽ അതിന് സ്റ്റാൻഡേർഡ് കോസ്റ്റ് എന്ന് പറയും. 360 എന്താ? ആക്ച്വൽ. നിങ്ങളോട് 400 റുപ്യാണ് ഹവറിന് വേണ്ടി തന്ന ബഡ്ജറ്റ്. പക്ഷേ എത്ര രൂപയെ നിങ്ങൾ ചിലവഴിച്ചുള്ളൂ? 360ആണ്. കോസ്റ്റ് കുറയ്ക്കുക ചെയ്തത്, അതുകൊണ്ട് സന്തോഷമാണ്. അതാണ് ഫേവറബിൾ. ദെൻ ലേബർ റേറ്റ് വാരിയൻസിലേക്ക് പോവുകയാണെങ്കിൽ ഏതാണ്? 3 മൈനസ് 2. 3 മൈനസ് 2 പറഞ്ഞാൽ 320 മൈനസ് ഏതാണ്? 360. അപ്പോൾ എത്ര വരും? 40 എന്താ? അഡ്വേഴ്സ്. ലേബർ എഫിഷ്യൻസി വാരിയൻസ് എന്താ കഥ? 80 എന്താണ്? ഫേവറബിളാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മളെവിടെയാണ് സേവ് ചെയ്തത്? ഏതിലാണ് സേവ് ചെയ്തത്? എഫിഷ്യൻസി. അത് നമ്മുടെ എന്ത് കൂടിയിട്ടുണ്ടാവും? പ്രൊഡക്ടിവിറ്റി കൂടിയിട്ടുണ്ടാവും. ആ സേവിങ്സ് എത്ര ഉള്ളത്? 80 ഉണ്ട് അല്ലേ? 80 ഫേവറബിളാണ്. പക്ഷെ എന്നിട്ട് നമുക്ക് ആ നെറ്റ് എമൗണ്ട് എത്രയേ ഉള്ളൂ? 40 ഉള്ളൂ. അപ്പോൾ ഒരു ഭാഗത്ത് നമുക്ക് എന്ത് വന്നു?
ലാഭവും മറ്റെടുത്ത് നഷ്ടവും വന്നു. അങ്ങനെ നെറ്റ് ലാഭമാണിത് 40 ഫേവറബിൾ. അപ്പോൾ റേറ്റ് കൂടിയുണ്ട്. നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ റേറ്റ് കൂടുന്നത്? മനസ്സിലാവണ്ട. അത് ഇൻഫ്ലേഷൻ ബേസ് ചെയ്തിട്ട് കാലക്രമേണ എല്ലാത്തിൻ്റെയും വില കൂടുന്നതിൻ്റെ ഭാഗമായിട്ട് ഏതും കൂടും. ലേബറിന് കൊടുക്കുന്ന കൂലിയില്ലേ, അതിൻ്റെ വർധനവുണ്ടാവും. അത് മുന്നേ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതലാവുന്നത്. എന്നാൽ പ്രൊഡക്ടിവിറ്റി നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാൾ കൂടുതൽ പ്രൊഡക്ടിവിറ്റി എന്ത് ചെയ്തിട്ടുണ്ട്, വന്നിട്ടുണ്ട്. ഓക്കെ അല്ലേ? അതുകൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ കോസ്റ്റ് കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എന്തായി, ഫേവറബിളായി. ഓക്കെ അല്ലേ? നമുക്ക് അടുത്തതിൻ്റെ കണ്ടിന്യൂഷൻ പറയാം. ഇവിടെ ഒരു തെറ്റുണ്ട്. ലേബറുടെ എഫിഷ്യൻസി അളക്കേണ്ടത് ഇവിടെ നമ്മൾ എന്ത് എടുത്തിട്ടാണ്? ഇവിടെ എന്താ തെറ്റുള്ളത്? 1 - 3 എന്തായിരുന്നു? 1 - 3 1 എന്താ പറയും? സ്റ്റാൻഡേർഡ് അവർ ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ്. 2 എന്താ? ആക്ച്വൽ അവറാണ്. ഈ ആക്ച്വൽ അവർ വർക്ക് ചെയ്തത് എത്രയാണ്? ആക്ച്വൽ ഹവർ വർക്ക് ചെയ്തത് എത്രയെന്ന് പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? ആക്ച്വൽ ഹവറാണ് എന്ത്? 40. പ്രൊഡക്റ്റീവായിട്ട് അവർ വർക്ക് ചെയ്തത് എത്ര? അതിൽ 20% എന്ത് സംഭവിച്ചിട്ടുണ്ട്? പവർ അഥവാ കറണ്ട് ഇല്ലാത്തത് കൊണ്ട് അവർ വെറുതെ ഇരുന്നിട്ടുണ്ട്. പൈസ അവർക്ക് കൊടുക്കണം, പക്ഷെ നമുക്കൊരു കാൽക്കുലേഷൻ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? അപ്പോൾ എത്ര സമയം കൊണ്ടാണ് അവർ ഈ പ്രൊഡക്റ്റ് ഉണ്ടാക്കിയത്? 32. മനസ്സിലായ? 40 മണിക്കൂറിൻ്റെ 20% കറണ്ട് ഇല്ലാതെ അവർ വെറുതെ ഇരുന്നു. 40ൻ്റെ 20% എത്ര വരും? 8 മണിക്കൂർ. അപ്പോൾ ശരിക്കും അവർ ഈ പ്രൊഡക്ഷൻ നടത്തിയത് എത്ര മണിക്കൂർ കൊണ്ടാണ്? 32. അപ്പോൾ അവരെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത് ഏത് നോക്കിയിട്ടല്ല. ഓക്കെ അല്ലേ? അവരിപ്പോൾ ഒരു ഓക്കെയാണ്, പക്ഷെ അവർക്ക് 80ൻ്റെ അപ്രീസിയേഷൻ കൊടുത്താൽ പോരാ. ക്ലിയർ? അപ്പോൾ ഇതിനെ നമ്മൾ എന്ത് ചെയ്യാണ്? രണ്ടായിട്ട് എന്ത് ചെയ്യാണ്? തരംതിരിക്കുകയാണ്. ഓക്കെ അല്ലേ? തിരിച്ചോളൂ. ലേബർ എഫിഷ്യൻസി വാരിയൻസ് ഒരുമിച്ച് എഴുതാം. അതിലൊന്ന് ലേബർ ഐഡിൽ ടൈം വാരിയൻസ്. ലേബർ ഏതാ? ഐഡിൽ ടൈം വാരിയൻസ്. ലേബർ ഐഡിൽ ടൈം വാരിയൻസ്. ഓക്കെ അല്ലേ? ഈ ഐഡിൽ ടൈം വാരിയൻസ് കാണാൻ ഒരു ഇക്വേഷൻ ഉണ്ട്, സിമ്പിളാണ്. ഐഡിൽ ടൈം ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ്. ഐഡിൽ ടൈം ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ്. ഓക്കെ അല്ലേ? ഐഡിൽ ടൈം എങ്ങനെ കാണാം മക്കളെ? ഐഡിൽ ടൈം എങ്ങനെ കാണാം? സിമ്പിളാണ്. 40ൻ്റെ എത്ര ശതമാനം? 20%. എത്ര വേണം? 8 ഹവേഴ്സ് അല്ലേ? അപ്പോൾ ഐഡിൽ ടൈം കിട്ടിയില്ലേ? 8 ഹവേഴ്സ് എന്ന് കിട്ടിയില്ലേ? ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ് എത്ര? 8 അല്ലേ? 8 അല്ലേ? ഓക്കെ. എത്ര വരും? ₹64. സിമ്പിളല്ലേ പരിപാടി? ഇതെന്ത് സംഭവം എന്താ മനസ്സിലായില്ലേ? 8 മണിക്കൂർ കറണ്ട് പോയെങ്കിലും അയാൾക്ക് പൈസ എത്ര കൊടുക്കണം? 8 വെച്ച് കൊടുക്കണം. അപ്പോൾ എത്രയാണ്? 60. സ്റ്റാൻഡേർഡ് പ്രകാരം ആക്ച്വലി കൊടുത്ത 8 അല്ല, എത്ര? 9. അത് വേറെ. സ്റ്റാൻഡേർഡ് പ്രകാരം എത്ര കൊടുക്കേണ്ടിയിരുന്നു? 8. അങ്ങനെ 64. ചോദിക്കട്ടെ, ഇത് ഫേവറബിൾ അഡ്വേഴ്സാണ്? ഫേവറബിൾ ആണോ അഡ്വേഴ്സ് ആണോ? നിങ്ങൾ എന്താണ്? ഞാൻ അത് ആദ്യം തന്നെ എഴുതി തന്നില്ല. ഐഡിൽ ടൈം ഓൾവേസ് എന്താണ്? അഡ്വേഴ്സ്. പിന്നെന്താ വൈകിയ പറ്റ പരാജയമുള്ളൂ. അഡ്വേഴ്സ്. ഓക്കെ അല്ലേ? യെസ്. കിട്ടിയില്ലേ? എഴുതിയാ? അഡ്വേഴ്സ് എഴുതി. ഇനി അടുത്ത ബ്രാഞ്ചിലേക്ക് പോവാം. ലേബർ റിവൈസ്ഡ് എഫിഷ്യൻസി വാരിയൻസ്. ഫുൾ ഫോം എഴുതാം. ലേബർ റിവൈസ്ഡ് എഫിഷ്യൻസി വാരിയൻസ്. ലേബർ റിവൈസ്ഡ് എഫിഷ്യൻസി വാരിയൻസ്. ഇതിൻ്റെ ലോജിക്ക് ഞാൻ പറയട്ടെ. ഇതെങ്ങനെ നിങ്ങൾ കണ്ടത്? 1 - 3 അല്ലേ? അങ്ങനെ എഴുതി വെച്ചോട്ടെ. 1 - 3. ലേബർ റിവൈസ്ഡ് എഫിഷ്യൻസി വാരിയൻസ് 1 - 3 എഴുതിയില്ലേ? ഈ 1 - 3യിൽ മുകളിലത്തെ 1 - 3 തന്നെ ആണോ? അല്ല, സോറി, ഇതല്ല. 1 ഓക്കെയാണ്. 3 ഇല്ലേ? 3യിലൊരു മാറ്റമുണ്ട്. 3യിൽ ആക്ച്വൽ അവർ എത്രയാണ്? 40 ആണ്. ആക്ച്വൽ ഹവേഴ്സ് വർക്ക്ഡ് എത്രയാ? 32 ആണ്. അപ്പോൾ ഇതിനെ മാറ്റി എത്ര ആക്കണം? 32 ഇൻറ്റു എത്ര ആക്കണം? 8 ആക്കണം.
എത്ര ആക്കണം? 32 × 8. കൺഫ്യൂഷൻ വേണ്ട, നമുക്കൊരു പണി താന്തി. 1 സെയിം അല്ലേ, 3 ഒന്നുകൂടെ വരച്ചാൽ മതി. ഓക്കെ അല്ലേ? മനസ്സിലായ? 1 - ഏതാണ്? 3 അല്ലേ? 3 നമുക്ക് ഒന്നുകൂടെ വരച്ചാൽ പോരെ. വർക്കിംഗ് നോട്ട് നമ്പർ ഏതാണ്? 2 എഴുതാം. 3 ആ ടേബിളിൽ 3 എന്നിട്ടാൽ മതി. 3 കാണാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? സാധാ ഇക്വേഷൻ പറയുന്നതാ, ആക്ച്വൽ ഹവേഴ്സ് ബ്രാക്കറ്റിൽ എഴുതാം വർക്ക്ഡ്. ആക്ച്വൽ ഹവേഴ്സ് വർക്ക്ഡ് ഇൻറ്റു ഏതാ? സ്റ്റാൻഡേർഡ് റേറ്റ്. അതിൽ മാറ്റില്ല. ആക്ച്വൽ ഹവേഴ്സ് വർക്ക്ഡ് 32 ഇൻറ്റു എത്ര വരും? 8 വരും. അപ്പോൾ എത്ര വരും? 256. ഓക്കെ. ഇനി 1 - 3 അടിച്ചാൽ പോരെ അല്ലേ? എത്ര വരും? 1 പറയുമ്പോൾ 400 അല്ലേ? 400 - 256 144. ഇതെന്താ? ഫേവറബിൾ അഡ്വൈസാണ്. നിങ്ങൾക്ക് മൈനസ് ചെയ്തിട്ട് പോസിറ്റീവ് അല്ലേ കിട്ടിയേ? അപ്പോൾ എങ്ങനെ അഡ്വൈസ് ആവുക? ഫേവറബിൾ അല്ലേ? ഐഡിയൽ ടൈമിൻ്റെ മാത്രമല്ലേ അഡ്വൈസ് എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ. ഇതുവരെ എത്തിയാൽ ഞാൻ കുറച്ച് എക്സ്പ്ലനേഷൻ തരാം. ലോജിക് ഒരിക്കലും ഇപ്പം എന്തുണ്ടായി? ലേബറെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത് 80 നോക്കിയിട്ടല്ല. എത്ര നോക്കിയിട്ടാ? 144. കണ്ട? ഫേവറബിള് ലേബറുടെ എഫിഷ്യൻസി എന്താ ഉണ്ടായത്? ശരിക്കും 144 ഫേവറബിൾ ഉണ്ടാക്കിയിട്ടുള്ളത്. 80 അപ്പം എന്തായിരുന്നു? ഈ 80 പ്രശ്നമുണ്ട്. ഇവിടെ എത്രയാണ്? 64 അഡ്വൈസ് വരാൻ കാരണം ആരാ? ലേബറാണോ? അല്ല, പവർ പോയതല്ലേ. ഓക്കെ അല്ലേ? പവറിൻ്റെ പ്രശ്നമില്ലായിരുന്നെങ്കിൽ അവർ 144 എന്ത് വരുമായിരുന്നു? ഇവിടെ ഫേവറബിൾ വരുമായിരുന്നു. ഓക്കെ. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഇതിൻ്റെ പേരെന്താ? ലേബർ റിവൈസ്ഡ് എഫിഷ്യൻസി വാരിയൻസ്. ഞാൻ ചോദിക്കുക, ലേബർ എഫിഷ്യൻസി വാരിയൻസ് തന്നെ, തെറ്റൊന്നുമില്ല. ഓക്കെ. പക്ഷെ 2 ബ്രാഞ്ച് ചെയ്യണം. നിങ്ങൾ നോക്കി നോക്കുക, 64 അഡ്വൈസും 144 ഫേവറബിളും അല്ലേ? അപ്പോൾ അതിൻ്റെ നെറ്റ് 80 ഫേവറബിൾ വരുമോ? നോക്കുക. ഇല്ലേ? 144 ഫേവറബിളും 64 അഡ്വൈസും അല്ലേ? അപ്പോൾ 80 ഫേവറബിൾ വരില്ലേ? വരും. വരണ്ടേ? അപ്പോൾ അതും കണക്ട് ചെയ്തില്ലേ? നമുക്കിതിന് ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യാം? ഒരു നോട്ട് എഴുതി വെക്കാം. ഇതുവരെ എഴുതിയല്ലേ നിങ്ങളെ? ഇതുവരെ എഴുതിയല്ലേ? ഒന്ന് നോക്കണം. ഈ ഭാഗം ഒന്ന് നോക്കിയാൽ പെട്ടെന്ന് ഈ ഭാഗം മാത്രം കാൽക്കുലേഷൻ നോക്ക്. എൺപതിലെങ്ങാനും അവരെ അപ്രീഷിയേറ്റ് ചെയ്താൽ അവരുടെ പ്രൊഡക്ടിവിറ്റി കാണാതെ പോകും. ഓക്കെ അല്ലേ? 80 ചെയ്യരുത്. സെറ്റല്ലേ? ലേബർ എഫിഷ്യൻസി വാരിയൻസ് കാണാൻ എന്താ ഇക്വേഷൻ മക്കളെ എന്ന് പറഞ്ഞ് പഠിച്ചേ? 1 - 3. ലേബർ എഫിഷ്യൻസി വാരിയൻസ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻറ്റു 2 ഇഫ് ദർ ഈസ് എന്തുണ്ടെങ്കിലും എങ്ങനെയുള്ളൂ? ഐഡിയൽ ടൈം. എങ്ങനെ? ഒന്നേതാ? ലേബർ ഐഡിയൽ ടൈം വാരിയൻസ്. അത് കാണാൻ വളരെ ഈസിയാണ്. മറ്റൊരു ഇക്വേഷനാണ്. ഏതാ? ഐഡിയൽ ടൈം ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ്. എക്സാമിന് അത് മാത്രമായിട്ടുള്ള ക്വസ്റ്റ്യൻ ഇതിൽ ഞാൻ ഇട്ടുണ്ട്. ഒരു ക്വസ്റ്റ്യൻ ഇട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ഫസ്റ്റ് ഗ്രൂപ്പിലാണ്, എനിക്ക് ഓർമ്മയില്ല. നോക്കാം, ഉണ്ടെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഓക്കെ. അല്ലെങ്കിൽ MCQ കിട്ടും. ദെൻ അടുത്തേതാ? ലേബർ റിവൈസ്ഡ് എഫിഷ്യൻസി വാരിയൻസ്. അത് കാണാനുള്ള ഇക്വേഷൻ എന്ത് തന്നെയാണ്? 1 - 3 ആണ്. പക്ഷെ 3 എന്നുള്ള ടേബിളിൽ എന്ത് ചെയ്യണം? റീപ്ലേസ് ചെയ്യണം. അവിടെ നമ്മൾ ആക്ച്വൽ ഹവേഴ്സ് അവർ പണിത് എന്ന് പറയും, വർക്ക്ഡ് എന്ന് പറയാൻ എത്രയേ ഉള്ളൂ? 32 അല്ലേ? അവർക്ക് അവൈലബിൾ ആയിട്ടുള്ള ഹവേഴ്സാണ് എത്ര? 40 അവരവിടെ ഉണ്ടായിരുന്നു. പ്രസൻറ്റ്. അതിന് നമുക്ക് എന്ത് പറയാം? ആക്ച്വൽ ഹവേഴ്സ് പ്രസൻറ്റ് എന്ന് പറയാം. പക്ഷെ വർക്ക് ചെയ്ത് എത്രയേ ഉള്ളൂ? 32 ഉള്ളൂ. അപ്പം അങ്ങനെയാണ് കണക്കാക്കേണ്ടത്. 32-ന് 8 രൂപ വെച്ച് 256 എന്ത് ചെയ്യുന്നത് ചെയ്യേണ്ടത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. നമുക്ക് നോട്ട്സ് എഴുതാം. നോട്ട്സ് നമ്പർ 1. The company allowed
50 hours to produce 1000 units, but it was done in 50 മണിക്കൂറാണ് അനുവദിച്ചത്, പക്ഷെ എത്ര സമയം കൊണ്ട് ചെയ്തു? 40 hours. തെറ്റുണ്ടായില്ല. അപ്പോൾ എഴുതുമ്പോൾ അങ്ങനെ എഴുതാം, ഇറ്റ് വാസ് ഡൺ ഇൻ 40 hours. ഓക്കെ അല്ലേ? റിപ്പീറ്റ് ചെയ്യണ്ടല്ലോ മക്കളെ. 50 മണിക്കൂറാണ് 1000 യൂണിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി അനുവദിച്ചത്, പക്ഷെ അത് എത്ര സമയം കൊണ്ട് ചെയ്തു? 40 മണിക്കൂർ കൊണ്ട് ചെയ്തു. ഫുൾ സ്റ്റോപ്പ് ഇടാം, എന്നിട്ട് എഴുതാം ഡ്യൂ ടു ഇതിൻ്റെ കാരണം എന്താ? ഡ്യൂ ടു എഫിഷ്യൻസി. നമ്മൾ എത്ര മണിക്കൂർ സേവ് ചെയ്തു മക്കളെ? 10 hours. ഡ്യൂ ടു എഫിഷ്യൻസി ദേ സേവ് 10 hours. ഇത് തെറ്റല്ലേ? ഇത് സേവ് ചെയ്ത് 10 അല്ല, എത്ര? 50 40 അല്ല, 50 32 തമ്മിലുള്ള സേവ് ചെയ്തപ്പോൾ എത്രയാണ്? 18 മണിക്കൂറുണ്ട്. ഓക്കെ അല്ലേ? യെസ്. നമുക്ക് പിന്നെ അടുത്ത പോയിന്റിൽ എഴുതാം. 10 hours എഴുതാം. 10 hours wages was saved. 10 hours wages was saved. That is efficiency variance is 80. എങ്ങനെ ഒന്ന് 10 × 8 80 എന്ന് പറയാം. അല്ലെങ്കിൽ എഫിഷ്യൻസി വാരിയൻസ് കാണാൻ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? 1 - 2 ചെയ്തിട്ടുണ്ട്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? സോറി, 1 - 3, 2 അല്ല. ഓക്കെ, അത്രേ ഉള്ളൂ. ഇനി അടിയിൽ ചോദിക്കുകയാണ്, ഈസ് ദിസ് കറക്റ്റ്? ക്വസ്റ്റ്യൻ മാർക്ക്. രണ്ടാമത്തെ പോയിന്റ് ആയിട്ട് എഴുതാം. ആൻസർ എന്താ? നോ. ഇത് തെറ്റാ. നോ എന്നിട്ട് എഴുതാം ദ വർക്കർ വർക്ക്ഡ് ഓൺലി for 32 hours. എങ്ങനെ 32 hours വന്നത്? 40 hours minus idle hours, 20% hours, because 8 hours lost due to കാരണം എന്താ? ഡ്യൂ ടു പവർ ഫെയിലിയർ. ഫുൾ സ്റ്റോപ്പ്. Actually the time saved was 18 hours. 18 മണിക്കൂർ. 18 hours. That is efficiency variance is equal to 144 favorable. F എന്ന് ബ്രാക്കറ്റ് ഇട്ടാൽ മതി. 144 favorable, which is known as അതിനെന്താ പറയാ? പറയടാ. 144 എന്താ കിട്ടിയത് മക്കളെ? ലേബർ റിവൈസ്ഡ് എഫിഷ്യൻസി വാരിയൻസ്, which is known as ലേബർ റിവൈസ്ഡ് എഫിഷ്യൻസി വാരിയൻസ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ 144 നമുക്ക് ഇങ്ങനെയും കാണാം. മൊത്തം 18 അല്ലേ? ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ് എത്ര? 8 അല്ലേ? എത്ര വരും? 144. ഓക്കെ അല്ലേ? ഇവിടെ 80 കിട്ടിയില്ലേ? അതിനെങ്ങനെ പറയാം? 10 × എത്ര എഴുതാം? 8. ഓക്കെ, അതിനല്ലേ ശരിക്കും അവിടെ നടക്കുന്നത് അല്ലേ? കാരണം 1ലും 2ലും ഏത് സെയിമാണ്? റേറ്റ് സെയിമാണ്. ഏതാ മാറുക? ഹവർ മാറുമ്പോഴാണ്. മൂന്നാമത്തെ പോയിന്റോട് എഴുതി അവസാനിപ്പിക്കാം. തേർഡ് പോയിന്റ്, there are two
types of actual hours. There are 2 types of actual hours. ഒന്നിൽ actual hours paid. Actual hours paid. അടുത്തത് actual hours worked. Actual hours paid. അടുത്ത actual hours worked. Actual hours paidന് താഴെ എഴുതാം considered for rate variance. Considered for rate variance. ഓക്കെ അല്ലേ? റേറ്റ് വാരിയൻസ് നമ്മൾ ഏതെടുക്കുക? റേറ്റ് വാരിയൻസ് കാണാനുള്ള ഇക്വേഷൻ എന്താ? 1 - 3 അല്ലേ? അതിലെ 3 ഏതെടുക്കുക? ഈ രണ്ടാമത് നമ്മളിങ്ങനെ വർക്ക് നോട്ടിലിട്ട ഈ 3 ഇല്ലേ? ഇതാ കാണൂ. ഈ 3 ആണോ എടുക്കുക? അല്ല, ആയിക്കോട്ടെ 3 - 2. ആ 3 - 2ലെ 3 ഏതെടുക്കുക? ഇതാണ് എടുക്കുക. ഓക്കെ അല്ലേ? യെസ്, അതാണ് ഈ പോയിന്റ് പറഞ്ഞത്. ആക്ച്വൽ അവേഴ്സ് പെയ്ഡ് ഏതിനെടുക്കണം? റേറ്റ് വാരിയൻസ് കാണുമ്പോൾ എടുക്കണം. അപ്പുറത്ത് ആക്ച്വൽ അവേഴ്സ് വർക്ക്ഡ് ഡൗൺ ആരിടാം. കൺസിഡർ ഫോർ കാൽക്കുലേഷൻ ഓഫ് എന്ത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴാണ് എടുക്കുക? റിവൈസ്ഡ് എഫിഷ്യൻസി വാരിയൻസ്. കൺസിഡർ ഫോർ കാൽക്കുലേഷൻ ഓഫ് റിവൈസ്ഡ് എഫിഷ്യൻസി വാരിയൻസ്. ഒരു ഒബ്സർവേഷൻ കൂടെ എഴുതാം. ഐഡിൽ ടൈമിൻ്റെ ഐഡിൽ ടൈം വാരിയൻസ് ഈസ് ഈക്വൽ ടു, ഞാൻ ഒരു ഇക്വേഷൻ പഠിപ്പിച്ചുതരാം. സ്റ്റാൻഡേർഡ് റേറ്റ് ഇൻറ്റു ആക്ച്വൽ ഹവർ മൈനസ് സ്റ്റാൻഡേർഡ് റേറ്റ് ഇൻറ്റു ആക്ച്വൽ ഹവർ. സ്റ്റാൻഡേർഡ് റേറ്റ് ഇൻറ്റു ആക്ച്വൽ ഹവർ മൈനസ് സ്റ്റാൻഡേർഡ് റേറ്റ് ഇൻറ്റു ആക്ച്വൽ ഹവർ. തെറ്റിയാ? ഇല്ല. സ്റ്റാൻഡേർഡ് റേറ്റ് ഇവിടുത്തെ ആക്ച്വൽ അവർ ഒരു പണിയാ. ഒന്ന് ആക്ച്വൽ അവർ ഏതാണ്? ഇവിടെ ആക്ച്വൽ ഹവർ എത്രയാണ്? ആക്ച്വൽ ഹവർ 40. ഇവിടെ ആക്ച്വൽ അവർ എത്രയാണ്? 32. അതാ വ്യത്യാസം. ഓക്കെ അല്ലേ? ഇവിടെ പെയ്ഡ് ഇങ്ങനെ എഴുതിയത്. ഇവിടെ പെയ്ഡ്, ഇവിടെ ഏതാ? വർക്ക്ഡ്. ക്വസ്റ്റ്യനിൽ തന്ന 40 നമുക്ക് എന്ത് വിളിക്കാം? പെയ്ഡ് എന്ന് വിളിക്കാം. ഒന്ന് നോട്ട് ചെയ്താളട്ടെ. പെയ്ഡും മറ്റേതാണ് വർക്ക്ഡ്. ഞാൻ വിട്ടുപോയതാണ് ആ ടേം. പെയ്ഡ് വർക്ക്ഡ്. ഇനി ഇതിൽ അപ്ലൈ ചെയ്ത് നോക്ക്. സ്റ്റാൻഡേർഡ് എത്ര? 8 തന്നെയല്ലേ? 8 × 40 മൈനസ് 8 × 32. 8 × 40 എത്ര വരും? 400 മൈനസ് 8 × 32 256 അല്ലേ? 320. എനിക്ക് ഒരു ദിവസം ഫുൾ ഡേ കാൽക്കുലേറ്ററിൽ എങ്ങനെ കണക്ക് കൂട്ടാൻ പഠിപ്പിച്ചു തരാം കേട്ടോ. 320 മൈനസ് നിങ്ങളെല്ലാം കൊണ്ടും ഓക്കെയാണ്. പക്ഷെ ഇത് ഇക്കാര്യത്തിൽ മാത്രം പൊട്ടത്തരം വിളിച്ച് പറയേണ്ടി വരും. ഇതെത്ര? 56. എത്ര വരും? 64. ഇതിനല്ലേ നേരത്തെയും കണ്ട് അല്ലേ? ക്ലിയർ. അപ്പോൾ ഇതിൽ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഇതിൽ നമുക്കൊരു ഇക്വേഷൻ ഉണ്ടായിക്കൂടെ? അഡ്വൈസ്, ഓൾവേസ് ഏതായിരിക്കും? അഡ്വൈസ്. കണ്ട? ഇനി ഒരു രസം പറയട്ടെ. സാറ് തന്ന ഇക്വേഷൻ ഇങ്ങനെ അല്ലല്ലോ. ഇവിടെ മുകളിൽ നിന്ന് എന്തായിരുന്നു? ഐഡിൽ ടൈം ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ് അല്ലേ? ഐഡിൽ ടൈം പറയുമ്പോൾ 40ഉം 32ഉം തമ്മിലുള്ള വ്യത്യാസമല്ലേ? ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസമല്ലേ ഐഡിൽ ടൈം അല്ലേ? അപ്പോൾ ഇതിന് നമുക്ക് സ്റ്റാൻഡേർഡ് രണ്ടിടത്തും കോമൺ അല്ലേ? അങ്ങോട്ട് എടുത്ത് സ്റ്റാൻഡേർഡ് റേറ്റ് ഇൻറ്റു ഐഡിൽ ടൈം ഹവർ. ഐഡിൽ ടൈം ഹവർ പറഞ്ഞാൽ എന്താ? ആക്ച്വൽ അവർ മൈനസ് ആക്ച്വൽ അവർ. ആക്ച്വൽ അവർ പെയ്ഡ് മൈനസ് ആക്ച്വൽ അവർ വർക്ക്ഡ്. അപ്പോൾ സ്റ്റാൻഡേർഡ് റേറ്റ് 8 ഇൻറ്റു ആക്ച്വൽ അവർ പെയ്ഡ് 40 മൈനസ് 32 8 അല്ലേ? ഇതന്നെയല്ലേ അവിടെ ചെയ്തേ അല്ലേ? ഓക്കെ, എഴുതി വെച്ചാൽ ഒക്കെ ഒബ്സർവേഷൻസ് ആണ്. ഇതൊക്കെ ആവശ്യം ഉണ്ടാവുക വെച്ചാൽ പറയാൻ പറ്റില്ല. ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വല്ല ഹിൻറ്റിനും ആവശ്യം വന്നേക്കാം.